ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥ അടച്ചിട്ട വീട്ടിൽ അവിഹിതത്തിന് ശ്രമിച്ച ആണിനെയും പെണ്ണിനെയും വീടിന് സമീപം ബന്ദിയാക്കി വച്ചിരിക്കുന്നതാണ്. അവിഹിതത്തിന് ശ്രമിച്ച പയ്യന്റെ കുഞ്ഞമ്മയെ പ്രശ്നപരിഹാരത്തിനായി വിളിച്ചു വരുത്തുന്നു. കുഞ്ഞമ്മ എത്തിച്ചേരുമ്പോൾ സംഭവിക്കുന്ന ഊരാക്കുടുക്കുകൾ എന്തൊക്കെയായിരിക്കും? കാണാം കെണിക്കുരുക്കിലെ ചിരിക്കഥ ഓ മൈ ഗോഡ്. അറിഞ്ഞോണ്ടാണ് വന്നേക്കുന്നത്. കണ്ട 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 അവളെ വിടരുത്. പിടിച്ചപ്പോ ചാടിപ്പോയത് കണ്ട അത് ചാടിപ്പോയത് കണ്ട അത് അവിടെ അവിടെ പിടിച്ച് കെട്ടി. അണ്ണാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആളിനെ കിട്ടിയിട്ടുണ്ട്. ആളിനെ ഞങ്ങൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. വീഡിയോ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇവരെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം ചാടിപ്പോയതാണ്. അണ്ണാ അപ്പുറത്തെ കുട്ടികളെ കെട്ടിയണ്ണ. അണ്ണാ വിളിക്കാം. നിങ്ങളുടെ അനിയത്തിയെ അവളുടെ ജാരനെ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടുണ്ട്. അവളെ ചാക്കി കയറ്റി കെട്ടി വെച്ചേക്കാണ്. നിങ്ങൾ വാ. ഇയാൾ സുഖിച്ചിരിക്കാനാണോ? തറയിലടി നീ സുഖിച്ചിരിക്കാ. നിനക്ക് കഥയിട്ട് തരാൻ ആരെയാണ് വിളിക്കുന്നത്? കുഞ്ഞമ്മ വിളിച്ചു നീ കൊടുത്ത ഈ കൊട്ടാരൊക്കെ അത്യാവശ്യമായിട്ടൊന്ന് വരാവോ? ഒന്ന് അത്യാവശ്യം. വീട്ടിൽ പറയണ്ട, വീട്ടിൽ പറയല്ലേ. അത്യാവശ്യം കിള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഒന്ന് വരണം. വേറെ ആരെയും അറിയിക്കൊന്നും വേണ്ട. ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഒന്ന് വരണം. കുഞ്ഞമ്മയല്ലേ അമ്മയുടെ അനിയത്തിയല്ലേ സംസാരിക്കുന്നേ? അപ്പോൾ ആണ് ഒന്ന് ഇതുവരെ വന്നിട്ട് പോകണം. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇതിനകത്താ, മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളെ കൈയോടെ പിടിച്ച് ഈ കൊച്ചിനാരും ഇല്ലേ? എന്റെ സഹോദരന്റെ ഭാര്യ. കല്യാണം കഴിഞ്ഞ എവിടെ ഉള്ളേ? നീ ഇവിടെ ഉള്ളടാ? കൊല്ലത്ത്. സഹോദരൻ ഗൾഫിലാ. അവൻ കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം നമ്മൾ അവനെ ഗൾഫിൽ കയറ്റി വിട്ടു. രണ്ടാമത്തെ ദിവസം ഗൾഫിൽ. ഇവന്റെ കേസ് ഇവളെ കേസോട്ട് 4-5 കേസായി. എന്തുവാ ശ്രീകുട്ട ഇതൊക്കെ? എനിക്ക് നാണമില്ലേ? എത്ര ദിവസം കൊണ്ട് നീ എത്ര നാളുകൊണ്ട് ഇത് തുടങ്ങി? 2 ആഴ്ച. നാട്ടുകാര് കയ്യോടെ പൊക്കിയതാണ് അവനെ, കയ്യോടെ. എന്തുവാ നിങ്ങളൊക്കെ കാണിക്കുന്നത്? നിങ്ങളൊക്കെ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒന്നും കാണുന്നില്ലേ ഇതൊക്കെ? മര്യാദയില്ലേ നിങ്ങൾക്കൊക്കെ? നല്ല കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ ഞാൻ എന്തോ ചെയ്യടാ ശ്രീകുട്ട? എന്തുകൊണ്ട് കാര്യം പറഞ്ഞത്?
ഞാൻ ഇവിടെ നിർത്തിക്കൊണ്ട് പറയണം. കാര്യം അറിയോ, എന്റെ സഹോദരൻ ഇവളെ സ്നേഹിച്ച് വിളിച്ചോണ്ട് പോകണം. ഇവളെ കുടുംബം എന്താണെന്ന് എനിക്കറിയില്ല. അവന്റെ ഇഷ്ടമല്ലേ, ശരി, എങ്ങനെ തുറഞ്ഞുകൊണ്ട് പോട്ടെന്ന് ചോദിച്ചാൽ അവന്റെ തലയെ വെച്ചു കൊടുത്താണ്. തനിക്ക് എന്താണ്? കണ്ട അവൾ അഹങ്കാരം കണ്ട എവളെ പ്ലാൻ എന്തെങ്കിലും ചോദിച്ചു. എന്തോ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അബീരൂടെ പോവാ. അബിയോട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അല്ലല്ല, അതൊന്നും അങ്ങനെയൊന്നുമില്ല. അത് യമ കൊണ്ടുപോകണം. ഇനി വേണ്ട. എന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് വന്ന് അവര് സംസാരിക്കട്ടെ. എനിക്ക് അങ്ങനെയാണെങ്കിൽ അവന്റെ വീട്ടിൽ വിളിക്കണം. അതൊന്നും ശരിയാവത്തില്ല. ഇവൻ ആകെ പ്രതീക്ഷയായത് അവൻ കൊച്ചു പയ്യനാ. ഞാനും കൊച്ചു തന്നെ. ഇത് അങ്ങോട്ട് നില്ല്. അബീന്റെ കൂടെ ഞാൻ പോവാ. നിന്റെ അടുത്ത് ചോദിച്ചത്തിന് ഇങ്ങോട്ട് കാര്യമില്ലടി. നിനക്ക് ഈ അളുക്കട്ട പെണ്ണുമായിട്ട് നിനക്കൊരു ബന്ധം വേണ്ട. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു ചെറുക്കനാണ്. എവരെ പോലുള്ള ആൾക്കാരെ കൂടെ സഹവാസം ഉണ്ടായിട്ട് നീ ഇത് എന്തരടാ ചെന്ന് ചാടി കൊടുത്തത്? നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അബി, ഞാൻ ഇത് ഡിവോഴ്സ് ചെയ്യാൻ ഹസ്ബൻഡിനെ. അയ്യോ, ഇവന്റെ ഒരു നിമിഷം കൊണ്ട് ഇവനെ കണ്ടപ്പോ നീ അവനെ ഡിവോഴ്സ് ചെയ്ത പിന്നെ നീ നാളെ വേറെ എന്റെ കുഞ്ഞിനെ കാണാൻ ചെയ്തില്ലെന്ന് എങ്ങനെ അറിയാം? പറയാ അബി, ഇങ്ങനെ ചുമ്മാ കെട്ടിക്കോളാം. എന്തുവാ ശ്രീകുട്ടി സഹോദരൻ എന്ന രീതിയിൽ നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഇനി എന്റെ സഹോദരൻ വേണ്ട. ഇവനെ കെട്ടിച്ച് അവൻ കൊണ്ടുപോട്ടെ, അവൻ കൊണ്ടുപോട്ടെ. നീ കൊണ്ടുപോ. പക്ഷെ അവൻ ഇന്നലെ ഇവിടെ ഇപ്പൊ കൊണ്ടുപോകണം. ഇവിടെ വെച്ച് അല്ല വിളിക്കണം. നിങ്ങളാരും എന്റെ ബന്ധുക്കളെ വിളിച്ചാൽ ഇവൻ ഇവിടെ ജീവനോടെ പോകില്ല. അത് ഉറപ്പാ. എല്ലാരും കൂടെ നിങ്ങളെ ബന്ധുക്കളെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം. ഞാൻ ഇത്ര ശ്രമിച്ചു നിൽക്കാം. എങ്ങനെ കൊണ്ടുപോകുന്നതാ കൊച്ചിനെ? അതെ, ഭയങ്കര പെട്ടെന്ന് അപ്പൊ ഞാൻ വേണം. പെട്ടെന്ന് വന്ന് ഈ ചെറുക്കന് കേറാമോ? അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. 4 പ്രാവശ്യം അണ്ണാ ഇന്ന് അപ്പുറത്ത് അമ്പലത്തിൽ കൊണ്ടുവച്ച് മാല ഇടിച്ച് കല്യാണം നടത്തിയിട്ട് വിട്ടു. അല്ല, എന്റെ ചെറുക്കനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഒരു അവകാശപ്പെടുന്നുള്ളൂ. അവന്റെ അച്ഛനെയും അമ്മയും അവന്റെ അളിയനെയും ഒന്ന് വിളിക്കണം. അല്ലെ, കൊണ്ടുവന്ന അവൻ ചെയ്ത് തെറ്റാണെങ്കിൽ അവൻ അത് സഹിക്കണം. കെട്ടി വെക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളിത് ഒഴിഞ്ഞ് ചെറുക്കനെ വിളിക്കൊണ്ട് പോവാൻ നോക്ക്. ശ്രീകുട്ടാ, ഇങ്ങോട്ട് നീ വാ എൻ്റെ കൂടെ. ശ്രീകുട്ട നീ മാഡത്തിന്റെ കൂടെ പോ. ബാക്കി ഞങ്ങൾ നോക്കണം. പോ. അബി പോണ്ട, അബി പോ. നീ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കണം. ഇറങ്ങാൻ പറ്റൂല. പിന്നെ അതെങ്ങനെ ശ്രീകുട്ട പോണോ? ശ്രീകുട്ട എവിടെ പോണേ? കുഞ്ഞമ്മ പറഞ്ഞ ശ്രീകുട്ടൻ കേൾക്കും. പറയണില്ല. ശ്രീകുട്ട പോണേ. ഇതൊരു വലിയ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാണ്. ഈ ചെറുക്കനെ ഈ വലിയൊരു കുണ്ടും കുഴിയിൽ നീ കൊണ്ട് ചാടിക്കണം. നിനക്ക് നിന്റെ സഹോദരൻ ഞാൻ പോയി. നമുക്ക് സമാധാനമായിട്ട് തീരുമാനിക്കാം. എന്ത് സമാധാനോട് തീരുമാനിക്കും? ഇവിടെ വീണ്ടും എടുത്തിട്ട് സഹോദരൻ തല വെക്കാനാ? അയ്യോ, അത് ഞാൻ പിന്നെ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. ഞാനാണ് എന്റെ മോനാണ് ഞാൻ അടിച്ചിറക്കിയേനെ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് അവളെ കൊണ്ട് അല്ല, അവളെ വിട്ടോ. പക്ഷെ മെമ്പർ ഒന്ന് കേക്ക്. ഞാൻ ഇവന്റെ കുഞ്ഞമ്മ, ഇവന്റെ അമ്മയല്ല. അപ്പൊ ഞാൻ ഇവരെ രണ്ടിനെയും കൂടെ വിളിച്ചോണ്ട് ചെല്ലുമ്പോ ഇവരെ വീട്ടുകാരും നാട്ടുകാരും നാളെ ഒരു പ്രശ്നം വന്ന് ഈ പെണ്ണിന്റെ സ്വഭാവം ഇതാണെങ്കിൽ ഇനി നമുക്ക് ഇവളെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റും. എന്റെ സ്വഭാവത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ നാട്ടുകാർ പറഞ്ഞു അബിയുടെ അടുത്ത് ചോദിച്ചു എന്റെ സ്വഭാവത്തിന്റെ കാര്യം. വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയത്തില്ലേ? അയാള് പറഞ്ഞേക്കുന്നത് ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. ഇനി ഇവരീ പറയുന്നതൊന്നും സത്യമൊന്നുമല്ല. അവൻ അങ്ങനത്തെ ഉള്ള കൊച്ചൊന്നും അല്ല, നല്ല കൊച്ച. എന്റെ ഡിവോഴ്സ് ചെയ്യാ ഞാൻ. അതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. അതൊക്കെ പെട്ടെന്ന് ഇപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് ഒക്കെ കിട്ടുമല്ലോ. അവളെ ഹസ്ബൻഡ് അവളെ ഒത്തിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവളിങ്ങനെ അതുകൊണ്ടാണ് അയാളെ കയറ്റി വിടേണ്ടി വന്നത്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്? ഇല്ല, 2 പേരേ ഉള്ളൂ. 2 മക്കളാ? അവരെന്ത് ചെയ്യുന്നു? കുഞ്ഞു കുട്ടികളാ. ഇവന്റെ കൊച്ചു അവളെ വയറ്റിലുണ്ടെന്ന് അവളിപ്പം പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ല ഇല്ല ഇല്ല, നീ പെട്ട്. ഇല്ല. നീ പെട്ടടാ, പെട്ട്. നിന്റെ ഫ്രണ്ട്സിനൊക്കെ ടൂർ പോയെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാര്? നീ എവിടെ പോയടാ വീട്ടിൽ നിന്ന്? നിന്റെ വയറ്റിലായിരുന്ന കൊച്ചിന്റെ ആള് യവനാൻ തന്നെ. തന്നെ ഇനി പെട്ട് ഈ ചെറുക്കന്റെ ഭാവി. ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. ഒന്നീ കാല് അല്ലെങ്കിൽ കൈ തീർത്തേനെ.
നമ്മളിപ്പോ ഇവര് പിടിച്ച് നമ്മളൊന്നും ചോദിക്കാതെ ഇപ്പൊ മാറി എവളെ വേണ്ട പോവാന്ന് കുഞ്ഞമ്മേരെ കൂടെ ഞാൻ പോവാന്ന് കുഞ്ഞമ്മേരെ കൂടെ ഇത്ര അപ്പൊ ഞാൻ ഇതെന്ത് ചെയ്യണം? അതെന്റെ അല്ല അത്. നിന്റെ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി. എന്താണ് കുഞ്ഞമ്മ? ഒരു കുഞ്ഞമ്മയെ വിളിക്കണ്ട മോളെ. കണ്ടവര് വരുമ്പോ നീ വാതിൽ തുറന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. നീ എന്നോട് പറഞ്ഞ ഞാൻ മാത്രമേ ഉള്ളന്നല്ലേ ഈ ഇത്രയും പേര് വരുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവൻ വരുമ്പോ ഇവന് 2 കൊച്ചുങ്ങളുണ്ട്. നിന്റെ കൊച്ചിന്റെ അടി അത് വീട്ടിലാ. അപ്പൊ തന്നെ ഇവന് ചിന്തിച്ചൂടെ ഇവന്റെ അമ്മയും കുഞ്ഞമ്മയൊക്കെ എങ്ങനെ പിള്ളേരെ നോക്കുന്നേന്ന്? ഞാൻ എപ്പോഴും പറയടാ, അവനവൻ ഉണ്ടാവുന്ന മക്കളെ നോക്കാത്ത ഒരിക്കലും ആത്മാർത്ഥത കാണത്തില്ല. നീ ചോദിച്ചു നോക്ക്, ഞാൻ എന്തെല്ലാം പറഞ്ഞു കൊടുക്കും അറിയാവോ? ഇവിടെ 4 പേരോട് ആത്മാർത്ഥത ഇതിനോടകം തന്നെ കാണിച്ചേക്കുന്നത്. 4 പേരോട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി എത്ര അടിച്ചാലും ഇടിച്ചാലും എനിക്ക് ഇവന്റെ അച്ഛനെ അമ്മയുടെ ചോദിക്കാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ടുപോകല്ലേ പോലീസ് വരട്ടെ, അല്ലാതെ പറ്റത്തില്ല. പോലീസൊന്നും വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പറ്റത്തില്ല. എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ പോലീസ് കയറത്തുമില്ല. അത് കയറാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഇങ്ങനെ പറയാന്ന് വെച്ചാൽ എനിക്കിപ്പോ എന്റെ കുഞ്ഞിനെ അങ്ങനെ തള്ളിക്കളയാൻ പോലീസ് പറ്റത്തില്ല. ഇനി അത് അവൻ ചെയ്തതും ലോകത്തെറ്റാ. അതെനിക്കറിയാം. അഥവാ ഇനി പോലീസ് കയറണമെങ്കിൽ ഇവനെ കൈയും കാലം അടിച്ചോടിച്ചിട്ട് ഞാൻ പോലീസ് വിളിച്ചോളാം. ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് കേട്ട് ഇവന്റെ അച്ഛനെ എന്നെ വിളിക്കാതെ ഈ പെണ്ണെ വിളിച്ചോണ്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സംഭവത്തിലാണ് ഇങ്ങനെ അനിയന്റെ തലയിൽ അവളായത്. എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഫോൺ വിളിക്കണ്ട, ആരെയും വിളിക്കണ്ട, ഇവളെ വിളിച്ചോണ്ട് ഇവനെ വിളിച്ചോണ്ട് പോകാൻ പറയുന്നത് അത് എന്തൊരു ഇതാ. നാളെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ട് അവൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കേസ് കൊടുത്താൽ എന്തോ ചെയ്യും? ഇനി എന്തായാലും കൊടുക്കാം. അബിക്ക് എന്നെ വേണ്ടാന്നിപ്പോ. ഇനി എന്തായാലും കൊടുക്കും ഞാൻ അബിക്കത്. മാനം കപ്പൽ കയറുമോ? നീ പാവപ്പെട്ട ഒരു കുടുംബമാണ്. നീ ഒന്ന് തടയാടങ്ങ്. ഞാൻ എന്റെ കൂടെ മാത്രമല്ലോ നീ വന്നത്, നീ ഇത്രയും പേരൂടെ പോയല്ലേ. അത് അബി ഇവര് പറഞ്ഞിട്ടല്ലേ അറിയാം. അബിക്ക് അറിയാമോ അത് നേരിട്ട്? ഇല്ലല്ലോ. ഇവര് കണ്ടതല്ലേ ഇവര് പറയുന്നത്. അബി എന്റെ വേറൊരു മുഖം അബി കണ്ടിട്ടില്ല. കേട്ടല്ലോ, വേറൊരു മുഖം നീ കണ്ടിട്ടില്ല എന്റെ. അബിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റോ ഇല്ലയോ? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചല്ല ആദ്യം. എങ്ങനെ വിചാരിച്ചല്ലെന്ന്? ഇവര് നാട്ടുകാർ പറയുന്നത് ഒരുപാട് പേര് വരുന്നു. അതൊക്കെ വിശ്വസിച്ചോ? അതൊക്കെ വിശ്വസിച്ചോ? അങ്ങനെ ഒരു ദിവസം ഇറങ്ങി വരുന്നതാണോ ഇങ്ങനെ കല്യാണം നിനക്കൊരു ഭർത്താവും ആ ഭർത്താവിലുള്ള 2 എനിക്കിനി ആ ഭർത്താവിനെ വേണ്ട. എന്നിട്ട് അബിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റോ ഇല്ലയോ? കൊണ്ടുപോകാൻ പറ്റോ ഇല്ലയോ? ദേഹത്ത് അവ ഇന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. നിനക്ക് കൊണ്ടുപോകാൻ പറ്റോ ഇല്ലയോ എന്നാണ് ചോദിക്കണേ. കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെന്ത് കൊണ്ടുപോകാൻ പറ്റാത്ത? കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്ത് കൊണ്ടുപോകാൻ പറ്റാത്ത നിനക്ക്? എനിക്ക് എങ്ങനല്ല പറഞ്ഞത്? നീ പോവൂല. നീ അങ്ങനല്ല എന്നോട്. കുഞ്ഞമ്മ മാറിയില്ല, കുഞ്ഞമ്മ മാറിയില്ല. നീ അങ്ങനല്ല എന്റെ അടുത്ത് നീ അങ്ങനല്ല എന്റെ അടുത്ത് പറഞ്ഞിരുന്ന. നീ അങ്ങനല്ല ഒരു കാര്യം ചെയ്യ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോലീസിനെ വിളി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. നീ കുഞ്ഞമ്മ ഇതിൽ ഇടപെടണ്ട കേട്ടല്ല. ഞാൻ ഇടപെടുന്നില്ല. ഇടപെടണ്ട. ഇവനുള്ളത് ഞാൻ കൊടുത്തോളാം. ഇവ ഇന്ന് ഇവിടുന്ന് പോവൂല. എന്നെ കൊണ്ടേ ഇവൻ പോവുള്ളൂ. കുഞ്ഞമ്മ ഇതിൽ ഇടപെടണ്ട. ഇങ്ങനെയൊക്കെ വരുന്ന അവനത് പഠിക്കണം, അവന് 2 കിട്ടണം, എന്നിട്ടേ ഞാൻ കൊണ്ടുപോകും. ഇനി മേലിൽ അവൻ ഒന്ന് പേടിക്കണം. അവൻ ഇതുവരെ ഇങ്ങനെ എനിക്ക് മറ്റേ വാവല്ലാതെ വരുന്നു. ഞാനും കൂടെ വരാമല്ലോ. പറ. കുഞ്ഞമ്മ തീരുമാനം കേട്ടോ. ഞാൻ അതുകൊണ്ടാ കുഞ്ഞമ്മ വിളിച്ചു. കുഞ്ഞമ്മ തീരുമാനം എടുത്തിട്ടല്ലോ ഇവിടെ ഈ വീട്ടിൽ വന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എവിടെയും നീ അത് പറയണോടാ. ഇത്ര ഞാൻ അറിഞ്ഞില്ല. അബീനെ കൂടെ ഞാൻ വരും. എന്തോന്ന് പാടുറാ? എന്തോന്ന് പാട്? ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിനക്കൊരു നല്ല കേൾക്കാൻ കിട്ടുമോ? എന്തോന്ന് പാട്? നീയാണോ ഒരാളെ കൊണ്ടുപോകുന്നത്? ഞാൻ പിടിച്ചു പിടിയാലെ കൊണ്ടുപോയ അവൻ നാളെ ഒരു സമയത്ത് നിന്നെ കളഞ്ഞാൽ നീ എന്തോ ചെയ്യും? അവന് പകുതി വരെ അവന് എന്നെ വേണം. ഇപ്പൊ അവൻ എന്താ വേണ്ടാത്തത്? അറിഞ്ഞിട്ട് എന്തോന്ന് അറിഞ്ഞിട്ട്? നീ ഒന്ന് അടങ്ങ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ബലം പിടിച്ച് അവന്റെ കൂടെ വന്നിട്ട് അവൻ നിന്നെ നോക്കിയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? അവൻ എന്നെ നോക്കിക്കോളാം. അവൻ അങ്ങനെ നോക്കാൻ ഇപ്പൊ പറ്റത്തില്ല. എന്താ മാനസിക രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കടാ മാനസിക രോഗം. ഒളിച്ചൊളിച്ച് നിൽക്കണം നാണമില്ലാത്തവൻ, നട്ടലില്ലാത്തവൻ. ആ വരട്ടെ. മെമ്പറോ പാർലമെന്റിൽ നിന്നോ ആരെയോ വരട്ടെ. ഇതൊക്കെ ആര്? പെങ്ങളെ. ആര് പെങ്ങള്? നിനക്ക് പെങ്ങളും ഉണ്ടോ? പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പ്രശ്നം എന്ന് വെച്ചാൽ ഇവന് അടിച്ച് ഇവനെ കൊല്ലണം. അത് ഞാൻ കൊന്നോളാം. കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഇവൻ ഇവിടെ വന്നപ്പം അവര് ഇവനോട് പറഞ്ഞ് ആരണ്ട് 2 പേര് ഇവന്റെ പുറകെ വണ്ടി പോയി. അപ്പൊ ഇവൻ വണ്ടി സ്പീഡിൽ ഓടിച്ചോണ്ട് ഇവനെ കിട്ടിയില്ല.
ഇന്നിപ്പം ഇവിടെ വന്നപ്പോ അവര് കേറി, ഞാൻ വന്നപ്പോ അവിടെ പൂട്ടിയിട്ടേക്കുന്നു. പിന്നെ ഇവിടെ ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കുന്നു. ആലോചിച്ചു നോക്ക്. എന്നിട്ട് ആന്റി എന്ത് ചെയ്തു? ഞാൻ വന്ന് പറഞ്ഞു അഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവര് ഉപദ്രവിച്ചു. എന്റെ മുമ്പിലിട്ട് ഉപദ്രവിക്കാൻ പറ്റത്തില്ലെന്നാണ്. അപ്പൊ ഇവര് പറഞ്ഞു ഇവക്ക് ഇത് 1, 2, 3, 4 ഒന്നും അല്ല. പിന്നെ എന്തിനാ ആന്റി വെച്ചോണ്ടിരിക്കാൻ ഇവര് വിടുന്നില്ല. വീട്ടിൽ കൊണ്ടുവരണമെന്ന്. എന്തിനു വീട്ടിൽ കൊണ്ട്? 2 കൊച്ചുങ്ങളുണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഭർത്താവ് നോക്കിക്കോളൂന്ന്. ഞാൻ പറഞ്ഞു അല്ല, അവളെ 2 പറ്റിച്ചിട്ട് കൊച്ചിനെ ചെറുക്കനെ വിളിച്ചോണ്ട് വാ. നീ വാ ശ്രീകുട്ടാ. പോ. നിന്നെ ഇങ്ങനെ ബലം പിടിച്ച് നീ വന്ന ഇവൻ നോക്കിയില്ലെങ്കിൽ നീ എന്നെ നോക്കും. നോക്കത്തില്ല. എന്നെ നോക്കും. അവൻ അന്തസ്സുള്ള ഒരു കുടുംബത്തിലാണ്. അവന് പറ്റത്തില്ല. ഭയങ്കര അന്തസ്സ് തന്നെ. ഭയങ്കര അന്തസ്സ് തന്നെ. അതുകൊണ്ടാണല്ലോ വന്നത്. അവന്റെ വീട്ടിലെ അവന്റെ പെങ്ങളെ അയച്ചതോ നോക്ക്. അതും നല്ല നീ കേക്കണ്ട. ശ്രീകുട്ടാ നീ പോടാ. പെണ്ണിന് പ്രാന്ത്. നിങ്ങൾക്ക് പ്രാന്ത്. കൊച്ചത്തി കയ്യടി. ഇനി പറ്റത്തില്ല എനിക്ക്. നിങ്ങൾ അവനെ വിളിച്ചോണ്ട് പോയി. അല്ല പോവൂല. ഇനി പറ്റത്തില്ല. ഇവനെ വിളിച്ചോണ്ട് പോയി. അവനെത്തി പറഞ്ഞു പിടി അവനെ. വരട്ടെ വരട്ടെ ചാനലര് വരട്ടെ. നീ വിളിച്ചാന്നോ? വരട്ടെ. ഞാൻ തന്നെ വിളിച്ചത്. നമ്മുടെ പ്രാങ്ക് ഷോ ആണ്. വിഷ്ണു എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല കുട്ടിയായി നമ്മൾ കണ്ട മോൻ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് തോന്നി, ഇവനെ എന്ത് ചെയ്യട്ടെന്ന് ആലോചിച്ചു. ഭയങ്കര ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയായി പോയി. എനിക്ക് ശരിക്കും അതിൽ നിന്ന് ഇതുവരെ ഞാൻ അങ്ങോട്ട് മുക്തായിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് ടെൻഷനും അടിച്ച് എന്ത് ചെയ്യും, ഇവനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ ഇങ്ങനെ ഒരെണ്ണത്തിന്റെ അടുത്ത്. അത് മാത്രമല്ല വല്ലാത്തൊരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ അവനെ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം ക്യാഷ് പ്രൈസാണ്. വിനീത സന്തോഷപൂർവ്വം സ്വീകരിക്കും. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം.